2002 +2 പഠനം പൂർത്തീകരിച്ച് 2005 ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് കരസ്ഥമാക്കി 2014-17 BA ലിറ്ററേച്ചർ ഡിഗ്രി കരസ്ഥമാക്കി ഏതാണ്ട് 11ഓളം PSC റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടിയ ദീപ ജെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ദീപ ജെ. നമ്മുടെ ഈ ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം ദീപ. നമസ്കാരം. ഭർത്താവ്, 2 മക്കൾ, വിദ്യാഭ്യാസം +2 പഠനം കഴിഞ്ഞ ശേഷം പിന്നീട് ഒരുപാട് നീണ്ട ജേർണിക്ക് ശേഷമാണ് ഡിഗ്രി കരസ്ഥമാക്കുന്നത്. ഇതിനിടയിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. അതിനുശേഷം നീണ്ട കുറച്ച് നാളുകൾക്ക് ശേഷം ഡിഗ്രി കരസ്ഥമാക്കുന്നു. പിന്നീട് ജോലിക്ക് ശ്രമിക്കുന്നു. അല്ല, ജോലി എല്ലാ റാങ്ക് ലിസ്റ്റിലെല്ലാം വന്നു. ഞാൻ PSC പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ റാങ്ക് ലിസ്റ്റിലെല്ലാം വന്നതിന് ശേഷം എനിക്ക് ഡിപ്ലോമ ഏതാണ് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ കോച്ചിങ് നടത്തിയിട്ട് ഡിഗ്രിക്ക് ചേർന്നത്. PSC കോച്ചിങ് തുടരുന്നുണ്ട്. PSC കോച്ചിങ് 2014 തൊട്ട് തുടരുന്നുണ്ട്. 2014 ഈ ഒരു വർഷം കോച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡിഗ്രിക്ക് ചേർന്നത്. 2014 ദീപ കോച്ചിങ്ങിന് ആരംഭിക്കുന്നത്. ഇപ്പോൾ 2002 +2 പഠനം കഴിഞ്ഞു. 2005 ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എടുക്കുന്നു. പിന്നീട് ഏതാണ്ട് വളരെ ഒരു നീണ്ട ഗ്യാപ്പ് ഉണ്ട് ഈ 14 വരെ. ആ 14 വരെ 9 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനിടയിലാണ് തീരുമാനം എടുക്കുന്നത് PSCക്ക് ചേരണം അല്ലെങ്കിൽ PSC പഠിക്കണമെന്ന് തീരുമാനം എടുക്കുന്നത്. അതിനെന്താണ് കാരണം? അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? 2005 ഞാൻ ഡിപ്ലോമ 5 ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് കുട്ടികൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്ന് കുറച്ച് ഗ്യാപ്പ് വന്നു. അതിനുശേഷം ഞാൻ സീഡിറ്റിൽ പിന്നെ ടെമ്പററി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ജോലി വേണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു അതിതീവ്രമായിട്ടുള്ള ആഗ്രഹമൊന്നുമില്ല, കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സൊന്നും അന്നേരമില്ല, കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു മൈൻഡായിരുന്നു. പിന്നീട് 2012 ഞങ്ങൾ വീടൊക്കെ വെച്ച്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് KSRTCയിൽ കണ്ടക്ടറാണ്. വീടൊക്കെ വെച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ടൊരു ഞെരുക്കം വന്നു. അപ്പം ഒരാളുടെ ഒരു വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പം ആ സാഹചര്യത്തിലാണ് ഞാൻ വിചാരിച്ചത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുത്തത്. അപ്പം പുറത്തുനിന്നൊക്കെ ഒരുപാട് നിർബന്ധങ്ങൾ വന്ന് ഡിപ്ലോമയൊക്കെ കഴിഞ്ഞില്ലേ, ഒരു കാര്യം ചെയ്തെങ്കിലും പ്രൈവറ്റ് ഫേമിലൊക്കെ തന്നെ ജോലി നോക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഒന്ന് പിടിച്ചു നടത്താൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കത് വേണ്ട, നമുക്ക് എന്തായാലും നമ്മൾ ഒരു പ്രൈവറ്റ് ഫേമിൽ പോയാൽ നമ്മുടെ ജീവിതമൊക്കെ അതുകൊണ്ട് നശിച്ചു പോകത്തതേ ഉള്ളൂ, സമയവും പോകും, പിന്നീട് നമുക്ക് അത് തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പം അന്നേരം എനിക്ക് ഒരു 27 വയസ്സൊക്കെ ആയതേ ഉള്ളൂ. എൻ്റെ അടുത്ത് പറഞ്ഞു 36 വയസ്സ് വരെ നമുക്ക് PSC ട്രൈ ചെയ്യാം, ആ സമയത്ത് നമുക്ക് ട്രൈ ചെയ്യും, 36ാമത്തെ വയസ്സിൽ മതിയെന്ന് പറഞ്ഞു ജോലി, അതുവരെ പഠിച്ചോളാം. 36ാമത്തെ വയസ്സ് ലക്ഷ്യമാക്കിയിട്ടാണ് PSC 2014 തുടങ്ങുന്നത്. ഇപ്പോൾ വയസ്സ് 35. ഇതിനിടയിൽ 11ഓളം റാങ്ക് ലിസ്റ്റിൽ വരുന്നു, 3 ജോലികൾ കരസ്ഥമാക്കുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു നമ്മുടെ ഒരു ആഗ്രഹം? എന്തായിരുന്നു അതിൻ്റെ ഒരു കിട്ടിയപ്പോൾ സന്തോഷം എങ്ങനെയായിരുന്നു? അതിൻ്റെ കിട്ടിയപ്പോൾ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമുക്ക്. കാരണം അത്രത്തോളം എഫേർട്ട് എടുത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു സർക്കാർ ജോലി നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയും കഠിനമായിട്ടൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പം ശരിക്കും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് ഞാനിപ്പോൾ 2014 ജനുവരിയിലാണ് തുടങ്ങിയത്. അടുത്ത 2015 ജനുവരിയിലാണ് LD ക്ലർക്ക് പരീക്ഷ വന്നത്. ആ സമയത്ത് ഞാൻ ശരിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ പരീക്ഷ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഡിപ്ലോമ ആയത് കാരണം എനിക്ക് വേറെ പരീക്ഷകളൊന്നും എഴുതാൻ പറ്റത്തില്ല. പിന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇങ്ങനെ നിൽക്കുന്നത്, എന്തായാലും കിട്ടിയേ പറ്റൂ എന്നൊരു രീതിയിൽ ശരിക്കും പഠിച്ചിട്ടാണ് ആ ഒരു വർഷം കൊണ്ട് എനിക്ക് അത്രയും റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയതും ജോലി കിട്ടിയത്. ഇതിനിടയിൽ LD റാങ്ക് ലിസ്റ്റിൽ കയറി പറഞ്ഞു. LD എത്രാമത്തെ റാങ്ക്? LD ക്ലർക്ക് എനിക്ക് 266ാമത്തെ റാങ്കായിരുന്നു. ഞാൻ ശരിക്കും കോച്ചിങ് തുടങ്ങി. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒറ്റ പരീക്ഷ പോലും എഴുതാനുള്ള അവസരമില്ല, അത് ലൈവ് പരീക്ഷ. കാരണം ഡിപ്ലോമ ആയതാണ് അതിൻ്റെ ഇടയ്ക്ക് ഡിഗ്രി പരീക്ഷകളെല്ലാം വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് എഴുതിയ പരീക്ഷ LD ക്ലർക്ക്. ആ സമയത്ത് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു, കാരണം ഈ പരീക്ഷ കിട്ടിയേ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് 266ാമത്തെ റാങ്ക് ആയത്. ആദ്യമായിട്ട് എഴുതിയത് LD ക്ലർക്ക്. തൊട്ടടുത്ത മാസം തന്നെ LGSഉം BOയും എഴുതിയത്. അതിൽ 2ലും എനിക്ക് ആദ്യ റാങ്കിനകത്ത് വരാൻ പറ്റി. ഓക്കെ, അപ്പോൾ 2 ജോലികളും ആദ്യം തന്നെ കരസ്ഥമാക്കി. 3 ജോലികൾ. ഓക്കെ, LD ഉൾപ്പെടെ 3 ജോലികളും കരസ്ഥമാക്കി. പക്ഷേ മൂന്നാമത് ജോലി ചെയ്തതാണ് LDയിൽ.
ഓക്കെ. ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന വർഷം? ആദ്യമായിട്ട് ജോലിക്ക് കയറിയത് 2016-ലാണ്. അത് ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് മുനിസിപ്പൽ മാവേലിക്കര, അവിടെയാണ് ജോയിൻ ചെയ്തത്. OA വന്നതിന് ശേഷമാണ് പിന്നീട് LDCയിലേക്ക് വരുന്നത്? അതെ, എനിക്ക് ആദ്യം കിട്ടിയ ജോലി OA-ആണ്. 2016-ലാണ് അത് കിട്ടിയത്. അത് ഞാൻ മുനിസിപ്പാലിറ്റി OA ആയിട്ട് നിന്ന സമയത്ത് 6 മാസം കഴിഞ്ഞപ്പോൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു. അത് എനിക്ക് പത്തനംതിട്ട ജില്ലയിൽ പുളിക്കീട് ബ്ലോക്ക് പഞ്ചായത്തിലാണ് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം ഞാൻ ഇവിടുന്ന് റിലീവ് ചെയ്ത് അവിടെ പോയി. VO 1 വർഷം ഞാൻ നിന്ന് ജോലിയിൽ. ആദ്യം കിട്ടിയ ജോലി ഏതായിരുന്നു? ആദ്യം കിട്ടിയത് 2016 മുനിസിപ്പൽ കോടതിയിൽ ഓഫീസ് അറ്റൻഡൻ്റ് ആയിട്ടാണ് ജോലി കിട്ടിയത്. അവിടെ 6 മാസം ജോലി ചെയ്ത്. അപ്പോൾ എനിക്ക് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് പുളിക്കീട് ബ്ലോക്ക് പഞ്ചായത്തിൽ കിട്ടി, പത്തനംതിട്ട ജില്ലയിൽ. ആ ജോലിയിൽ 1 വർഷം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ആ ജോലിയുടെ ഒരു സമ്മർദ്ദവും അതുപോലെ ഫീൽഡ് വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് LD ക്ലർക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി ക്ലർക്കായിട്ട് നിലവിൽ തുടരുകയാണ്. LD ക്ലർക്കിനേക്കാളും ഒരു സ്കെയിൽ മുകളിൽ നിൽക്കുന്നതാണ് VO. പിന്നെ എന്തുകൊണ്ടാണ് അത്? അതിന്റെ ഒരു ജോലിയുടെ സമ്മർദ്ദം കൊണ്ടാണോ അതോ അതിന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും? ജോലി ഈ ഫീൽഡ് വർക്ക് ഉള്ളത് കൊണ്ട് നമ്മള് പത്തനംതിട്ട ജില്ലയിലല്ലേ, അപ്പൊ ഫീൽഡിലൊക്കെ പോകുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അത് മാറിയിട്ട് LD ക്ലർക്ക് ആകുമ്പോൾ അത്രയും ഇല്ലല്ലോ, നമ്മൾ ഓഫീസിൽ ഇരുന്നുള്ള വർക്കല്ലേ, എനിക്ക് കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് തോന്നിയത് അതായതുകൊണ്ട് അതിലോട്ട് മാറി. ഇതിനിടയിൽ അല്പം വീട്ടുകാരെ ചോദിക്കട്ടെ. ഭർത്താവ് 2 മക്കള്, നമ്മൾ നേരത്തെ പറഞ്ഞു. മക്കളുടെ പേര്? മക്കളുടെ പേര് ദേവനാരായണൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പിന്നെ ശബരിനാഥ് 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഭർത്താവ് KSRTC കണ്ടക്ടറാണ്. നേരത്തെ പറഞ്ഞ പേര് അനിലെന്നാണ്. അനിലിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിരുന്നു +2 പഠനം കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് ഒക്കെ നിൽക്കുന്ന സമയത്ത് നീണ്ട വർഷങ്ങളിടയിൽ ഈ ഭർത്താവിന്റെ റോളൊക്കെ ഇടയ്ക്ക് സൂചിപ്പിച്ചായിരുന്നു. എന്തായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ഭർത്താവിനെ ദീപ ഇങ്ങനെ ഇത്തരത്തിൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ ഭർത്താവിന് ഏത് തരത്തിലാണ് ഒരു റോൾ എടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത് എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഈ 9 റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനും ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിൽ മാറി മാറി ജോലി ചെയ്യാനും എല്ലാം എനിക്ക് പ്രചോദനം കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് തന്നെയാണ്. ബാക്കി പുള്ളിക്കാരനാണ് എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത്. അമ്മ അത് കിട്ടും, പഠിച്ചാൽ മതി. പുള്ളിക്കാരൻ എന്നെ 100% കോൺഫിഡൻസാണ്, ഞാൻ പഠിച്ചാൽ കിട്ടും. അതുകൊണ്ട് എന്നെ ഏത് രീതിയിലും പ്രോത്സാഹിപ്പിക്കും. എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 36 വയസ്സിൽ നമുക്ക് മതി. അപ്പോൾ അത്രയും സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുമ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞു അത് ഞാൻ എങ്ങനെയും മാനേജ് ചെയ്തോളാം, നമുക്ക് 36 വയസ്സിൽ ജോലി അതായിരിക്കണം, അവിടെ നിന്ന് വരുമ്പോൾ ഒരു ജോലി ഉണ്ടായിരിക്കണം, അതായിരിക്കണം ലക്ഷ്യമെന്ന് പറഞ്ഞു. അതിൽ എത്ര സമയമോ എത്ര കാലമോ എന്തോ എടുത്തു, അതിലൊന്നും ഒരു വിഷയമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ്റെ ആ ഇൻസ്പിറേഷൻ്റെ പുറത്താണ് ഞാൻ പഠിച്ചു തുടങ്ങിയതും പഠിച്ചതും. അപ്പം നല്ലൊരു നമുക്ക് ഒരു ഗൈഡ് ലൈൻ തരാനായിട്ട് നല്ലൊരു സ്ഥാപനം നമുക്ക് വേണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് ആസ്പയർ, കായംകുളത്ത് തന്നെയുള്ള ആസ്പയർ BSc കോച്ചിങ് സെൻറ്ററിനെ കുറിച്ച് പറഞ്ഞതും അവിടെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ശ്രീകുമാർ സാറും മാത്സ് കൈകാര്യം ചെയ്യുന്ന ധനുസാറിൻ്റെ ക്ലാസ്സുകളെ കുറിച്ചും എല്ലാം അറിഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അവിടെ നമുക്ക് തുടങ്ങാം എന്ന് വിചാരിച്ച് ആസ്പയറിൽ ജോയിൻ ചെയ്തത്. ആസ്പയറിൽ ജോയിൻ ചെയ്യുന്നത് 2014. 14 ജോയിൻ ചെയ്ത് അപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക്, ഒരു PSC ആദ്യമായിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് വരികയാണ്. അപ്പോൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ സ്ഥാപനത്തെ പറ്റി ഇങ്ങനെ കേട്ട് മാത്രമേ ഉള്ളൂ, അത് ഭർത്താവ് വഴി മാത്രമേ ഉള്ളൂ, നമുക്ക് പഠിച്ചൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരുടെ പറഞ്ഞോ ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോൾ അവിടുത്തെ ക്ലാസ് ഏത് തരത്തിലായിരുന്നു? ആദ്യത്തെ ക്ലാസ് എങ്ങനെയായിരുന്നു? നമ്മൾ ഒരു കുട്ടി ഒരു ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ആ ക്ലാസ് ആണല്ലോ അവനെ ആകർഷിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ആകർഷിച്ച് ഇരുത്താൻ വേണം, ഇനി മുന്നോട്ട് ഈ ക്ലാസ്സിൽ ഇരിക്കണോ വേണ്ടോ എന്നൊക്കെ നോക്കുമല്ലോ. നമുക്ക് അവിടെ ചിലപ്പോൾ പഠനം നിർത്തി പോകാം. ഒരു ക്ലാസ് കൊണ്ട് പഠനം നിർത്തി പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്, അപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് ചെന്നപ്പോൾ ഉണ്ടായ ആദ്യത്തെ ക്ലാസ് എങ്ങനെയായിരുന്നു ഈ ആസ്പയറിൽ? ആസ്പയറിലെ ആദ്യത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ക്ലാസ് ആയിരുന്നു. ആദ്യത്തെ ക്ലാസ് എടുത്തത് അവിടുത്തെ തന്നെ പിന്നെ ആസ്പയറിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള ഒരാളായ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകനായ ശ്രീകുമാർ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇത്രയും സിമ്പിളായിട്ട് ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനെ ഞാൻ സ്കൂൾ ലെവലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ എത്ര അറിഞ്ഞുകൂടാത്ത ഒരാൾ വന്ന ക്ലാസ്സിലിരുന്നാലും അവർക്ക് ഒരു ബേസും ഇല്ലാത്ത ഒരാൾ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഇത്രയും നന്നായിട്ട് നമുക്കത് ആ ഒരു ലെവലിൽ നിന്ന് തന്നെ സാർ തുടങ്ങി നമ്മളെ പഠിപ്പിച്ച് ഏറ്റവും വലിയ ലെവലിൽ വരെ എത്തിക്കും. അങ്ങനെ ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ടിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് സെൻറ്ററിനെ കുറിച്ച് ബോധ്യപ്പെട്ടത് എന്തായാലും നമുക്ക് പറ്റും എന്നുള്ളത് വെച്ച് പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു.
ഓക്കെ, അങ്ങനെ നമ്മൾ 2014 ജോയിൻ ചെയ്ത് ഈ ശ്രീകുമാർ സാറിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടു, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ക്ലാസ് ഇഷ്ടപ്പെട്ടു, സ്ഥാപനത്തിൽ തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പഠിച്ചു. എത്ര വർഷം കൃത്യമായി പറഞ്ഞാൽ പഠിച്ചു വന്നു ആ സ്ഥാപനത്തിൽ? 1 വർഷമാണ് ഞാൻ അവിടെ പഠിച്ചത്. 2014 ജനുവരിയിൽ ഞാൻ ക്ലാസ്സിന് ചേർന്നു. 2014 ജൂലൈ സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് LDC നോട്ടിഫിക്കേഷൻ വന്നു. ഓക്കെ, ആദ്യം തന്നെ അപ്പൊ തന്നെ വന്നു. അത് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. 2014 ജോയിൻ ചെയ്ത അതേ വർഷം തന്നെ ജൂൺ ആയപ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ അതിനുശേഷം വീണ്ടും പഠിച്ചു. 2015 ജനുവരി ആയപ്പോഴത്തേക്ക് എക്സാം, ആലപ്പുഴയിലെ എക്സാം ആയിരുന്നു. 15 ജനുവരി. ആ ജനുവരിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് ആ ജനുവരി കഴിഞ്ഞ് തൊട്ടടുത്ത മാസം തന്നെ ആയിരുന്നു LGSന്റെ പരീക്ഷയും, അതേ മാസം തന്നെ ആയിരുന്നു BOയുടെ പരീക്ഷയും. അപ്പൊ അങ്ങനെ തന്നെ ആ മാസം കൊണ്ട് എനിക്കെല്ലാം ഏകദേശം തീർക്കാൻ പറ്റി. ഇപ്പൊ 35 വയസ്സായി. നേരത്തെ തന്നെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വപ്നം പൂവണിയാൻ 36 വയസ്സ് വരെ സമയമുണ്ട്. അപ്പോൾ ഇനി 36 വയസ്സ് ഇനിയും കിടക്കുന്നുണ്ട്. ഇനി വേണ്ട 1 വർഷത്തോളം സമയമുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ PSC എക്സാമുകളെല്ലാം പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരുപാട് പരീക്ഷകൾ ഇനി വരാൻ പോകുന്നു. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾ വരാൻ പോകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ജോലിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി ആസ്പെയറിന്റെ ഇപ്പം നേരത്തെ വന്ന് എടുത്തതുപോലെ അല്ലെങ്കിൽ പഠിച്ചതുപോലെയോ ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എങ്ങനെയായിരിക്കും, ഏത് മേഖലയിലായിരിക്കും ക്ലാസ്സുകൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്? പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ക്ലർക്കായിട്ടാണ് ഞാനിപ്പം ജോലി ചെയ്തു വരുന്നതെങ്കിലും എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉയർന്ന ഒരു ജോലി കരസ്ഥമാക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമ്മൾ ജോലിക്ക് പോയിക്കൊണ്ട് പഠിക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. ശരിക്കും ഒരുപാട് പരിമിതികളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ഞാനിങ്ങനെ വിഷമിച്ചിരുന്ന സന്ദർഭത്തിലാണ് ഈ ആസ്പെയർ കോച്ചിങ് സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്, ഈ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അത് വളരെ നല്ലതാണെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അതിൽ രജിസ്റ്റർ ചെയ്യുകയും. ആപ്പുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ആപ്പ്. നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ഒന്ന് കാണിക്കാമോ? ഇ ലേണിംഗ് ആപ്പ് വഴി ഇപ്പോൾ പഠിക്കാൻ തീരുമാനിച്ചു. ആസ്പെയറിന്റെ ഇ ലേണിംഗ് ആപ്പ് വഴിയാണ് ഇപ്പോൾ പഠിക്കുന്നത്. ക്ലാസ്സുകളൊക്കെ ഇതിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെ എത്രമാത്രം ഫലപ്രദമാകും. എല്ലാവരും പല പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി. അപ്പോൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒരുപാട് ആപ്പുകൾ നിലവിൽ കിടപ്പുണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പിലും ഒക്കെ കിടപ്പുണ്ട്. ഒരുപാട് ആപ്പുകൾ കിടപ്പുണ്ട്. ഇപ്പോൾ ആസ്പെയറിന്റെ എടുക്കാനുള്ള കാരണം നേരത്തെ ആസ്പെയറിൽ പഠിച്ചുകൊണ്ടായിരിക്കാം ആസ്പെയറിനെ ലോഞ്ച് ചെയ്തപ്പം ഒരു ആപ്പ് എടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ആപ്പ് കൊണ്ട് നേരത്തെ കിട്ടിയ ക്ലാസ്, നമുക്ക് നേരത്തെ ക്ലാസ്സുകളിൽ കിട്ടിയ ക്ലാസ് അത്രയും എഫർട്ടായിട്ട് ഈ ആപ്പ് വഴി നമുക്ക് കിട്ടുമോ? അങ്ങനെ ക്ലാസ് നമുക്ക് 100% ഉറപ്പിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഇതുവരെയും അത് ആ ആപ്പ് വഴി കണ്ട ക്ലാസ്സിനെ പറ്റിയൊരു അഭിപ്രായം എങ്ങനെയാണ്? മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ ദീപ 11 പ്രാക്ടീസ് വരിക, 3 ജോലികൾ കരസ്ഥമാക്കുക, അങ്ങനെയൊക്കെ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു. ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയാണ്, ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ദീപയ്ക്ക് മറ്റുള്ള ദീപയ്ക്ക് ശേഷം വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഇനിയും വരാൻ കിടക്കുകയാണ്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ഈ ആപ്പിനെ പറ്റി, ഇങ്ങനെ ആപ്പ് എടുത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ദീപയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വേണം പറയാനുള്ളത്? ഇ ലേണിംഗ് ആപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഇപ്പം നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു വലിയ അനുഗ്രഹമാണ് ഈ ആപ്പ്. ഈ ആപ്പിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ PSC നാളിതുവരെ നടത്തിയിട്ടുള്ള എല്ലാത്തരം ഒബ്ജക്റ്റീവ് പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വിപുലമായ ശേഖരം ഈ ആപ്പിൽ നമുക്ക് ലഭ്യമാണ്. ഏത് സമയത്തും നമുക്ക് ഈ ആപ്പിനകത്തൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. സമയബന്ധിതമായിട്ട് പരിശീലനം നമുക്ക് ചെയ്ത് പരിശീലിക്കാവുന്നതാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനം നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ പോലും ഏത് സമയത്തും അവരെ വിളിച്ച് നമുക്ക് സംശയങ്ങൾ ചോദിക്കുകയും എന്ത് സംശയ നിവാരണത്തിന് നമുക്ക് ഏത് സമയത്തും അവരെ വിളിക്കാം. അവരുടെ സേവനം എപ്പോഴും നമുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ SCERT NCERTയുടെ ലേറ്റസ്റ്റ് ബുക്കുകളുടെ എല്ലാം നമുക്കിപ്പോൾ ഈ ആപ്പിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഈ ടെക്സ്റ്റ് ഇപ്പം PSC പരീക്ഷകളെല്ലാം ഈ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണല്ലോ പരീക്ഷകൾ നടക്കുന്നത്. അപ്പോൾ ഈ ആപ്പിനെ സംബന്ധിച്ചോളം വളരെ നല്ല, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആർക്കും ഇപ്പം കോവിഡ് പശ്ചാത്തലത്തിൽ ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം വേണ്ട.
ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. എല്ലാവരും കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്ലാസ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. മോക്ക് ടെസ്റ്റുകളും ഏത് സമയത്തും നമുക്ക് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് ടൈമർ സെറ്റ് ചെയ്തുള്ള ഒരു രീതിയിലാണ് ഇതിനകത്ത് ടെസ്റ്റുകൾ നടത്തുന്നത്. അതാണ് നമുക്ക് സമയബന്ധിതമായിട്ട് അത് ചെയ്ത് പരിശീലിക്കാം. ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു പരീക്ഷ നമ്മൾ എങ്ങനെ ചെയ്ത് പഠിക്കുന്നോ അതേപോലെ തന്നെ നമുക്ക്. എനിക്ക് തോന്നുന്നതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ജോലിയുണ്ട്, ജോലിയുണ്ട് ആ സമയത്ത് അങ്ങനെ ജോലിയുള്ളവർക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം അവർക്ക് അവരുടെ ബാക്കി സമയം നമുക്ക് ക്ലാസ് കിട്ടുമല്ലോ. ഏത് സമയം ഇപ്പോഴത്തെ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ വിദേശത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നാട്ടിൽ വന്ന് ജോലി വേണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ട്. എന്റെ ഫ്രണ്ട്സ് തന്നെ പലരും അങ്ങനെ വിളിക്കുന്നുണ്ട്, സ്കോപ്പ് ഉണ്ടോ. അവരോടെല്ലാം ഞാൻ ഈ ആപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവർക്കും വളരെ പ്രയോജനകരമായിട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു വിഷമം ഉണ്ടാകത്തില്ല ഈ ആപ്പ് വഴി പഠിക്കുന്നത് കൊണ്ട്. എക്സ്പെൻസീവ് ഒന്നുമല്ല. നമ്മള് ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പോകുന്നതിനേക്കാളും അങ്ങനെ വെച്ച് നോക്കിയാൽ ഒന്നുമില്ല. വളരെ ലാഭകരമായിട്ടുള്ള ഒരു ആപ്പാണ്. എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ കൂടെ വന്നിരിക്കുന്നത് ഭർത്താവാണ്. നേരത്തെ ഭർത്താവിനെ പറ്റിയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മള് ഭർത്താവിനെ മാറ്റി സംഗതി നിർത്തിയേക്കുവാണ്. ഭർത്താവ് നിങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോൾ തന്നെ വരാമെന്ന് നിങ്ങൾ ഏറ്റത്. അപ്പം ഭർത്താവ് നമുക്കൊന്ന് വിളിക്കാം. നമസ്കാരം. നമസ്കാരം. ഞാൻ വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാമെന്ന് ഏറ്റത്. വളരെ സന്തോഷം നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നതിൽ. ഓക്കെ, ദീപ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അല്ലേറിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അല്ലേറിന്റെ ഇൻസ്പിറേഷനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും നല്ല ഒരു ഇൻസ്പിറേഷനാണ് അല്ലേറിനെ കൊടുത്തത്. പിന്നെ ഒരുപാട് പേർക്ക് അത് മാതൃകാപരമായിട്ട് നിൽക്കുന്നു ഞങ്ങളുടെയൊക്കെ മുന്നിൽ. തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു കാര്യമാണ്. അല്ലാതെ ഒരാളുടെ വരുമാനം കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു ഘട്ടം വന്നപ്പോൾ ഭാര്യയെ പിന്നെ PSCക്ക് വിട്ടൊരു ഗവൺമെന്റ് ജോലി, അതാണ് ഏറ്റവും നല്ല കാരണം. മറ്റൊരു ജോലിക്ക് വിടുന്നതിനേക്കാൾ അപ്പുറം ഒരു ഗവൺമെന്റ് ജോലി മേടിച്ചു കൊടുക്കുക എന്നുള്ളത് ചില സാഹചര്യം 3 ജോലിയാണ് മേടിച്ചു കൊടുത്തത്. ലക്ഷങ്ങൾ കോഴ വാങ്ങി അല്ലെങ്കിൽ ലക്ഷങ്ങൾ പൈസ കൊടുത്ത് ഓരോരുത്തർ ജോലിക്ക് കിട്ടുന്ന കഥകളും സംഭവങ്ങളൊക്കെ നമുക്കറിയാം. 3 ജോലിയാണ് ഭാര്യയ്ക്ക് അത്തരത്തിൽ ചേട്ടന്റെ ഒരു പ്രേരണയിൽ കൂടി കിട്ടിയത്. ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ പറയുകയാണ്. ചേച്ചിയോട് അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടില്ല ഇതായിരിക്കും, മുമ്പ് തന്നെ ഞാൻ പറയുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ KSRTC അല്ലേട്ടാ, ഈ KSRTC ഒക്കെ ഇപ്പോ കുറെയൊക്കെ നഷ്ടത്തിലാന്നൊക്കെ പറയും, കുറേ സമയത്ത് ലാഭത്തിലാന്ന് പറയും, കുറേ സമയത്ത് ശമ്പളം ഇല്ലെന്ന് പറയും, കുറച്ച് സമയം കഴിയുമ്പോൾ ശമ്പളം കിട്ടിയെന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലേട്ടൻ നേരിട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പ്രശ്നം എന്ന് പറയുമ്പോഴേ എൻ്റെ വളരെ ചെറുപ്രായത്തിൽ തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയ ഒരു സംഭവമാണ് KSRTC പിടിച്ചിങ്ങനെ. പക്ഷെ അതൊരു പൊതുമേഖലയിൽ ഈ രൂപത്തിൽ ഈ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ KSRTC വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രദേശത്ത് ഒരു പൊതുപ്രവർത്തകനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രാദേശിക ബോഡി മെമ്പറായിരുന്നു, മുനിസിപ്പൽ കൗൺസിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ജോലി കിട്ടുന്നത്. മുനിസിപ്പൽ കൗൺസിലർ ഇരിക്കുമ്പോഴാണ് എനിക്ക് KSRTC ജോലി കിട്ടുമ്പോൾ ഞാനത് റിസൈൻ ചെയ്തിട്ട് ജോലിയിലേക്ക് പോകുന്നത്. ജോലിക്ക് ഒരു വലിയ മാഹാത്മ്യം കൽപ്പിച്ചാണ് ഞാൻ പോയത്. ഇന്നും CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടും ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് ഞാൻ വർക്ക് ചെയ്തു. ജോലി കിട്ടിയതിന് ശേഷവും പൊതുപ്രവർത്തന രംഗത്ത് എന്റെ പ്രദേശത്ത്. അപ്പൊ അങ്ങനെ എനിക്ക് മാത്രമുള്ള ഒരു ജോലി തന്നെ ഉള്ളായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ലൈഫിന് ഒരു സർക്കാർ ജോലിക്കാരിയാക്കണം എന്ന മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത അവളുടെ അതിന് പ്രചോദനം കൊടുത്തുകൊണ്ട് ഞാൻ വിട്ടത് ഞാൻ ഒത്തിരി സ്ഥാപനങ്ങളെ കുറിച്ചിട്ടായി PSC കോച്ചിങ് സെന്റർ നടത്തുന്ന സ്ഥാപനങ്ങളെ കുറിച്ച്. അപ്പൊ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കായംകുളത്ത് തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആസ്പെർ PSC കോച്ചിങ് സെന്റർ എന്ന് പറയുന്ന സെന്റർ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഇറക്കിയപ്പോൾ വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ നയിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ നയിക്കുന്ന ശ്രീകുമാർ സാർ അടക്കമുള്ളവരുടെ നല്ലൊരു നില തന്നെ അതിൻ്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിനെ അവിടെ വിടുകയും ചെയ്തു. പക്ഷെ വളരെ ആത്മാർത്ഥതയും സ്ഥാപനം നടത്തുന്ന ആത്മാർത്ഥതയും കൊണ്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിന് താങ്ങായിട്ട് ജോലി
ചേച്ചി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതെ, അങ്ങനെ ഒരു ജോലി കിട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പം ആ സ്ഥാപനം ഇന്നും കായംകുളത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. വളരെ സന്തോഷം. എനിക്ക് ഞാൻ വീണ്ടും അവള് ഒരു ഇതിൽ ഒരു ഹയർ ഏതെങ്കിലും ജോലി കിട്ടുന്നതിന് മേടിക്കണം എന്നൊരു താല്പര്യമുണ്ട്. പറഞ്ഞു. അപ്പം അതുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ അടക്കമുള്ള ക്ലാസ്സുകൾ യാസ്കർ PSC കോച്ചിങ് സെന്റർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആ രൂപത്തിലേക്ക് വളരെ സന്തോഷം. വളരെ നന്ദി അല്ലേട്ടാ ചേച്ചി. രണ്ടുപേരും നമ്മുടെ ഈ അഭിമുഖത്തിൽ വളരെ കുറച്ച് സമയം ചെലവഴിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പ്രേരണയുള്ള കാര്യങ്ങൾ ചേച്ചി പൊതുസമൂഹത്തിന് വേണ്ടി പറഞ്ഞു. അതിന് കാരണക്കാരനായ നല്ലവരുടെ പറഞ്ഞു. വളരെയധികം നന്ദി. നമ്മുടെ ഈ ഷോയിൽ രണ്ടുപേർക്കും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ദീപ ചേച്ചിയാണ്. ദീപ ചേച്ചിക്കും കുടുംബത്തിനും നമ്മൾ ഒരുപാട് നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. ഒട്ടനവധി കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ മാതൃക ആക്കേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും. അതിനൊരുപാട് നന്ദി നമ്മൾ ഈ അവസരത്തിൽ രണ്ടുപേർക്കും നേരുന്നു. ഇപ്പോൾ ദീപ ചേച്ചി ജോലി ചെയ്യുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലാണ്. ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു. ഉന്നത സ്ഥാനത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ ആസ്പെയറിന്റെ ലേണിംഗ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ആശംസകളും നേരുന്നു. താങ്ക് യു.